മേഘാലയ വരെ പോയിട്ട് വന്നാലോ? വളരെ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഒരു മേഘാലയ ട്രിപ്പ്. അങ്ങനെ ഇരിക്കുകയാണ് മാപ്പ് ഓഫ് കാട്ടാളന്റെ പേജിൽ മേഘാലയ സ്റ്റോറീസ് ഒക്കെ കാണുന്നത്. അങ്ങനെ നവംബർ മാസത്തിൽ ഞാനും അവരുടെ ഒപ്പം ട്രെയിൻ കയറി. ആൻഡ് ഈ ട്രെയിൻ യാത്ര ഒരു 1.5 യാത്ര തന്നെയാണ് കേട്ടോ. 2.5 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ റീൽസിലൊക്കെ നമ്മൾ കാണാറുള്ള വിവേക് എക്സ്പ്രസിലാണ് നമ്മളിപ്പോ പോകുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഈസ്റ്റേൺ ഗട്ട്സ് എൻറ്റയർലി കവർ ചെയ്ത് പോകുന്ന ഒരു ട്രെയിൻ യാത്ര. അങ്ങനെ കൃത്യം 11:45 എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാട്ടോ നമ്മൾ ട്രെയിൻ കയറുന്നത്. 2.5 ദിവസത്തെ ട്രെയിൻ യാത്ര ആയതുകൊണ്ട് തന്നെ 3rd AC ആട്ടോ ബുക്ക് ചെയ്തത്. കയറി നേരെ കിടന്നുറങ്ങി. അങ്ങനെ ഉറക്കമൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ കട്ട്പാടിയിൽ നിന്ന് എന്റെ ഫ്രണ്ട് സാമും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഗെയിംസ് ഒക്കെ കളിച്ചിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ കാണാത്ത കുറെ പുതിയ മുഖങ്ങളൊക്കെ പല സ്റ്റേഷനിലായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. സോ ഇന്ന് എല്ലാവരും നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടും. അതിന്റെ ഇടയ്ക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ബായനോട് ഒന്ന് നീങ്ങിക്കാൻ പറഞ്ഞു പുറത്തേക്ക് നോക്കിയപ്പോൾ ഫുള്ള് മരുഭൂമി, ഒരൊറ്റ മരം പോലും ഇല്ല. അങ്ങനെ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു സ്ഥലത്താണ്. അങ്ങനെ വലിയ കാര്യമായിട്ട് വിഷ്വൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചുള്ളിലേക്ക് കയറിയപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു ഗെയിം പ്ലാനിങ്ങിലേക്കാണ് കേട്ടോ. ഒരു 1.5 ഗെയിം തന്നെയായിരുന്നു അത്, ദ വോൾഫ് ഗെയിം. എന്നാ പിന്നെ അതൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക്. പിന്നെ ട്രെയിനിലെ ഫുഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. ഫുള്ളി സ്വിഗ്ഗി ആയിരുന്നു ഓർഡർ ആക്കിയ. എപ്പോഴൊക്കെ ഓർഡർ ആക്കിയ ഫുഡ് വിജയവാഡ എത്തിയപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ. പിന്നെ എന്റർടൈൻ ചെയ്യാൻ 24 hours നമ്മുടെ കോർഡിനേറ്റേഴ്സ് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ കണ്ടന്റ് ഒന്നും അങ്ങ് തപ്പി പോകേണ്ട വന്നില്ല കേട്ടോ. ഗെയിം കഴിഞ്ഞിട്ടോ. ചിക്കൻ ചിക്കൻ പീസോട് ബാക്കി വെച്ചൂടായിരുന്നോ? ശരിക്കും പറഞ്ഞ ഈ ട്രെയിൻ യാത്ര കൊണ്ട് കൂടെ ഉള്ളവർ മനസ്സിലാക്കാനും വൈബ് സെറ്റ് ആക്കാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടോ. സോ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞ ഈ കഥകളൊന്നും തീരില്ല. അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരുന്നതും അവസാനം ഞങ്ങൾ ഗുവാഹത്തിയിൽ എത്തിച്ചേർന്നെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ. അതുവരേക്കും ബൈ ബൈ.